ചിത്രങ്ങളിൽ സാധാരണ കാണാറുള്ള ദൈവിക ചൈതന്യം മനോജിന്റെ ക്യാൻവാസുകളിൽ തെളിയില്ല. പകരം ഗാന്ധിയൻ ആദർശങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് അവയുടെ ധർമ്മം. വ്യക്തി എന്നതിനപ്പുറം ഗാന്ധിയെ ഒരു പ്രതീകമാക്കി മ്യൂറൽ ചിത്രങ്ങൾ ഒരുക്കുകയാണ് മനോജ് ബ്രഹ്മപാത്. പുതിയ രീതി എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഞാൻ ആദ്യം ചെയ്ത രാജാരവിവർമ്മയുടെ ചിത്രങ്ങളെടുത്ത് ചുവർച്ചിത്ര രീതിയിൽ മാറ്റി വരച്ചു. അത് പ്രേക്ഷകർ ഭയങ്കരമായിട്ട് സ്വീകരിച്ചു. ചുവർച്ചിത്രത്തിനെ ആദ്യമായിട്ട് സാമാന്യ മനുഷ്യർ ലോകത്ത് കൊണ്ടുവരണമെന്ന് വിചാരിച്ചപ്പോൾ ആദ്യം ഗാന്ധിയെ വരച്ചു. ഗാന്ധിയുടെ ഒരു ചിത്രം വരയ്ക്കാനാണ് ആദ്യം വിചാരിച്ചത്. ഒരെണ്ണം വരച്ചപ്പോൾ ആൾക്കാർ എൻ്റെ പ്രതികരണം കണ്ടപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷം തോന്നി. എങ്കിൽ പിന്നെ ഗാന്ധിയുടെ ജീവിതത്തിലുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെയും സിംബോളിക്കായിട്ട്, കാരണം ഗാന്ധിജി ഒരു സിമ്പലാണ്. കണ്ടിടത്തൊക്കെ കോറിയിട്ട് തുടങ്ങിയതാണ് മനോജ് ബ്രഹ്മപാതിന്റെ കലാജീവിതം. പഠിച്ചത് മാധ്യമപ്രവർത്തനം. നാടിനപ്പുറം അറിയാൻ ഇറങ്ങിപ്പുറപ്പെട്ട കാലത്ത് പരിചയപ്പെട്ട സുഹൃത്ത് പകർന്ന പ്രോത്സാഹനമാണ് മ്യൂറൽ ചിത്രരചനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രചോദനമായത്. ചുവർച്ചിത്രം എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇപ്പോൾ ചുവർച്ചിത്രമല്ല, പണ്ട് ചുവരിലായിരുന്നു വരച്ചിരുന്നത്. അതിൻ്റെ ശൈലിയാണ് നമ്മൾ ഇപ്പോൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗാന്ധിയെയും ഗാന്ധിയൻ ആദർശങ്ങളെയും പുതിയ കാലത്തിന് പരിചയപ്പെടുത്താൻ ഗാന്ധി ചിത്രങ്ങളുടെ പരമ്പര പൂർത്തിയാക്കുകയാണ് മനോജ് ബ്രഹ്മപാതിന്റെ ലക്ഷ്യം. ഞാൻ പറയുന്ന ഗാന്ധിയെക്കുറിച്ച് പറയുന്ന ഒരു 100 കുട്ടികളിൽ ചിലപ്പോൾ ഒരു 5-6 പേര് ഗാന്ധി മനസ്സിലാക്കിയെന്നിരിക്കാം. അതിനുവേണ്ടി സ്കൂളുകളിലാണ് ആദ്യം ഞാൻ എക്സിബിഷൻ ആലോചിക്കുന്നത്. മാത്രമല്ല, അവിടെ നിന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വരയെക്കുറിച്ചുള്ളൊരു ധാരണയുണ്ടാവും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.